ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മളൊരു കുപ്പിയിൽ ബേസ് പെയിൻറ് അടിച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു പടം ഞാനിവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആ കുപ്പിയിലോട്ടൊന്ന് ട്രാൻസ്ഫർ ചെയ്തെടുക്കാം. ഇതെങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പെയിൻറ്റോ പെർമനൻറ്റ് മാർക്കറോ ഉപയോഗിച്ച് ഇതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ദച്ചുവിൻ്റെ ബർത്ത്ഡേക്ക് നമ്മൾ ക്രേപ്പ് റിബൺ മേടിച്ചായിരുന്നു. ആ ക്രേപ്പ് റിബണാണിത്. നമുക്ക് പ്ലെയിൻ ക്രേപ്പ് റിബൺ വേണമെങ്കിലും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ക്രേപ്പ് പേപ്പർ ആണെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഈ വേസ്റ്റായിട്ട് എൻ്റെ കയ്യിലിരുന്ന ഈ ക്രേപ്പ് റിബണാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് ഫസ്റ്റ് ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ പ്ലീറ്റ്സ് പോലെ എടുത്തു കൊടുക്കുക. അതിനുശേഷം നമുക്ക് അറ്റത്ത് പശ ഒട്ടിച്ച് എടുക്കാം. ഒന്ന് വിടർത്തി ഇതുപോലെ വിടർത്തിയിട്ട് പശ ഒട്ടിക്കാം. ഇനി നമുക്ക് ഇതുപോലെ ചെയ്തെടുത്തത് ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇനി നമുക്ക് പ്ലെയിൻ ക്രേപ്പ് റിബൺ ആണെങ്കിൽ കളേഴ്സ് മിക്സ് ചെയ്ത് ഒരു ലെയർ ഒരു കളർ, അടുത്ത ലെയർ വേറൊരു കളർ, അങ്ങനെ ഒട്ടിച്ചാലും നല്ല ഭംഗിയായിരിക്കും. ഇപ്പോൾ ഞാൻ ഇത് നേരത്തെ പോലെ ഒന്നുകൂടെ ഒരു പ്ലേറ്റ് എടുക്കുകയാണ്. എന്നിട്ട് ഇവിടെ സ്റ്റേപ്ലറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അടിയിലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റേപ്ലർ യൂസ് ചെയ്യുന്നതാണ് പശേനെക്കാട്ടും എളുപ്പം. ഇനി നമുക്ക് ആ മുകളിലത്തെ പോർഷൻ ഒന്ന് പെയിൻ്റ് അടിച്ചു കൊടുക്കാം. മുകളിലോട്ടുള്ള ഡ്രസ്സും പിന്നെ ആ ഹെയറും ഒന്ന് പെയിൻ്റ് അടിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ബോട്ടിലിൻ്റെ നെക്കിൽ ഒരു ട്വൈനോ ത്രെഡോ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഈ ബോട്ടിലിൻ്റെ അടിവശവും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം.